ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. ആ ധനികനായ മനുഷ്യനോട്, ആ ചെറുപ്പക്കാരനോട്, അവനോട് അനുകമ്പ തോന്നി. അവൻ നല്ലവനാണെന്നും അവൻ ദൈവ കൽപ്പനയനുസരിച്ച് ജീവിക്കുന്നവനാണെന്നും അറിയുന്ന ക്രിസ്തു തന്നെ പിൻചെല്ലുവാൻ, തൻ്റെ ശിഷ്യനാകുവാൻ കർത്താവ് അവനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്, തന്നെ പിൻചെല്ലാൻ. എന്നാൽ വീടും തനിക്കുള്ളതും വിട്ട് ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ ആ യുവാവിന് സാധിക്കുന്നില്ല. പക്ഷേ അവിടെ 12 തൻ്റെ ശിഷ്യന്മാർ എല്ലാം ഉപേക്ഷിച്ച് തന്നെ പിൻചെല്ലുന്നവർ, അവരുടെ കൂടെയുള്ള അവരിൽ മൂപ്പനായ പത്രോസ് ഉടനെ തന്നെ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങളെല്ലാം വിട്ട്, സ്വന്തമായതെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നല്ലോ. നമുക്കറിയാം, ഒരൊറ്റ രാത്രിയിലാണ് കർത്താവ് പത്രോസ്ലീഹായെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് സ്വീകരിക്കുന്നതും, തൻ്റെ ശിഷ്യത്വത്തിലേക്ക് പത്രോസ്ലീഹായെ ക്ഷണിക്കുന്നതും സ്വീകരിക്കുന്നതും. അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചു. തൻ്റെ കുല തൊഴിലായ മീൻപിടുത്തം രാത്രി മുഴുവൻ അധ്വാനിച്ചും ഒരു മീനിനെ പോലും കിട്ടാതെ വളരെ പരവശനായി, വളരെ ക്ഷീണിതനായി, പിറ്റേ ദിവസം കൊടുക്കേണ്ട ചുങ്കം, അന്നത്തെ കാലത്ത് മീൻപിടുത്തക്കാർക്ക് വെള്ളം കടലിൽ ഇറക്കണമെങ്കിൽ അതിനൊരു ചുങ്കം കൊടുക്കണം. കിട്ടുന്ന മീനിന് അതിൻ്റെ വിൽപ്പനയ്ക്കനുസരിച്ച് അതിനൊരു ചുങ്കം കൊടുക്കണം. ചുങ്കക്കാർ അവരുടെ പുറകിലായിരിക്കും എപ്പോഴും, അവരിൽ നിന്നും പൈസ ഈടാക്കുവാനായി. എന്നാൽ അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചും ഒരു പൈസയും ഒരു മീനിനും കിട്ടാതെ, ഒരു മീനിനെ പോലും വിൽക്കാൻ സാധിക്കാതെ, അന്നത്തെ വെള്ളത്തിൻ്റെ ചുങ്കവും അന്ന് രാത്രി അധ്വാനിച്ച് ഒന്നും ലഭിക്കാതെ വെറും കൈയോടെ വിഷണ്ണനായി അതിരാവിലെ തൻ്റെ പടകിൽ തൻ്റെ വല മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പത്രോസ് ശിമയോൻ കർത്താവിനെ കാണുന്നതും, കർത്താവ് അവൻ്റെ പടകിൽ കയറാൻ അവനോട് അനുവാദം ചോദിക്കുന്നതും. മനസ്സോടെ ആദ്യം എതിർത്തെങ്കിലും, ഞാൻ ടയേർഡാണ്, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കിനി ഈ വല മടക്കി വെച്ച് ഈ പടകടുപ്പിച്ച് ഒന്ന് ചെന്ന് കിടന്നുറങ്ങണം എന്ന ആഗ്രഹത്തിലിരിക്കുന്ന പത്രോസ്ലീഹ മനസ്സോടെ തൻ്റെ മുമ്പിൽ വന്നൊന്ന് ചോദിക്കുന്ന ആ 33 വയസ്സുള്ള ചെറുപ്പക്കാരനോട് നോ പറയാൻ സാധിക്കാതെ, എന്നാൽ നീ എൻ്റെ പടകിൽ കയറി ആളുകളോട്, കരയിലിരിക്കുന്ന ആളുകളോട് സംസാരിച്ചോളാനുള്ള അനുവാദം കൊടുത്ത പത്രോസ്ലീഹ ആ കർത്താവിൻ്റെ ചെറിയ ഒരു പ്രസംഗത്തിന് ശേഷം ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ പത്രോസ്ലീഹയോട് കർത്താവ് വലയിറക്കുവാൻ പറയുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതിരിക്കുന്ന പത്രോസ്ലീഹ വീണ്ടും വലയിറക്കുവാൻ, അവൻ്റെ വാക്കുകൾ വില കൽപ്പിച്ച് വലയിറക്കുവാൻ തയ്യാറാവുകയും, മനസ്സോടെയാണ് വലയിറക്കുന്നത് എങ്കിലും ആ വലയിൽ കുടുങ്ങിയ പെരുത്ത മീൻകൂട്ടം കണ്ട് സന്തോഷത്തോടെ അവൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കി, പാപിയായ എന്നെ വിട്ടുപോകണം എന്ന് അവൻ ദൈവത്തിൻ്റെ ഒരു ദൂതനാണ്, അല്ലെങ്കിൽ ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം താൻ പാപിയാണ് എന്ന പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ സമ്മതത്തോടെ അവൻ്റെ കാൽക്കൽ വീണ് എന്നെ വിട്ടു പോകണം എന്ന് ആ ശിമയോൻ കർത്താവിനോട് കരഞ്ഞ്, കണ്ണുകൾ കലങ്ങി, കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വീണ് കർത്താവിൻ്റെ പാദത്തിൽ കുമ്പിട്ട് അവൻ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ കർത്താവ് അവന് വളരെ സ്നേഹത്തോടെ, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നുള്ള ഒരു വാഗ്ദാനത്തോടെ അവനെ തന്നിലേക്ക്, തൻ്റെ ശിഷ്യത്വത്തിലേക്ക് അവൻ ക്രിസ്തു
പത്രോസ്ലേഹയെ ക്ഷണിക്കുകയാണ്. ആ പടകും ആ പെരുത്ത മീൻകൂട്ടവും തനിക്കുള്ള സമ്പത്തും സ്വത്തും തൻ്റെ സ്വന്തം ഭാര്യയും അമ്മായിമ്മയും തൻ്റെ വീടും എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ, ക്രിസ്തുവിനായി ജീവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാൻ, ക്രിസ്തുവിനായി മരിക്കുവാൻ ആ ശിമയോൻ പിന്നീട് പത്രോസ്ലീഹ തയ്യാറാവുകയും അവന് പിൻചെല്ലുകയുമാണ്. അങ്ങനെയുള്ള പത്രോസ്ലീഹയാണ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നല്ലോ എന്ന്. നമുക്കും പത്രോസ്ലീഹയെ പോലെ കണ്ണുകൾ നിറഞ്ഞ് അവൻ്റെ സന്നിധിയിൽ കുമ്പിട്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുവാനും നമ്മളെയും അവൻ്റെ ശിഷ്യനായി, അവനെ പിൻപറ്റുന്ന ഒരു മകനായി, മകളായി, നമ്മുടെ പ്രയാസങ്ങളിലും വേദനകളിലും ദുഃഖങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലുമെല്ലാം അവൻ നമ്മുടെ നാഥനായി, അവനെ പിൻപറ്റുന്ന ഒരു മകനായി, മകളായി നമുക്ക് ആയിരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.